ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. വയനാടൻ മലനിരകളെ പുതപ്പിച്ചുകൊണ്ട് മഴ പെയ്തു തുടങ്ങിയിരുന്നു. റിസോർട്ടിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ മൂടൽമഞ്ഞിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് തനിമയുടെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ ഏട്ടൻ എന്ന് തെളിഞ്ഞപ്പോൾ അവളൊന്ന് പതറി. ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് അവൾ കോളെടുത്തു. മോളെ, എന്തായി? മീറ്റിംഗ് കഴിഞ്ഞോ? ഹരിയുടെ ശബ്ദത്തിൽ പതിവ് കരുതൽ. തനിമ ഒന്ന് തൊണ്ടയണക്കി സ്വരം ശരിയാക്കി. ഇല്ലേട്ടാ, കുറച്ചുകൂടി നീളും. എന്തായാലും ഒരു 7 മണിയൊക്കെ ആകും. വയനാടല്ലേ, മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ വേഗം എത്തും. റിസോർട്ട് എങ്ങനെയുണ്ട്? 5 സ്റ്റാർ അല്ലേ മോളെ? പൊളിയായിരിക്കുമല്ലോ, ഹരി ആവേശത്തോടെ ചോദിച്ചു. തനിമയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. പിന്നെന്താ ഏട്ടാ, സംഗതി പൊളിയാ. നല്ല വ്യൂ ആണിവിടെ. ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? നിൻ്റെ കൂടെ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? പെട്ടെന്ന് തനിമയുടെ ഉള്ളിൽ ഒരു പരിഭ്രമം പാഞ്ഞു. അവൾ ഹാളിലേക്കൊന്ന് നോക്കി. അവിടെ ബോസ് ശിവപ്രസാദും മറ്റ് 2 ബിസിനസ് ക്ലയൻറ്റുകളും ഗൗരവമായ ചർച്ചയിലാണ്. തനിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു, എല്ലാവരും മീറ്റിംഗ് ഹാളിൽ തന്നെ ഏട്ടാ. ഏട്ടൻ്റെ കോള് വന്നപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഞാനൊന്ന് പുറത്തിറങ്ങിയതാ. എന്നാൽ ശരി മോളെ, കഴിഞ്ഞിട്ട് വേഗം വരണേ. അവിടെ നല്ല മഴയാണെന്ന് കേട്ടു. രാത്രിയാക്കാൻ നിൽക്കണ്ട. എത്തുമ്പോൾ വിളിക്കണേ, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. ഓക്കെ ഏട്ടാ. ഹരി ഫോൺ വെച്ചു. തനിമ ഒന്ന് ദീർഘശ്വാസം എടുത്തു. താനും ബോസും മാത്രമുള്ള ഒരു മീറ്റിംഗ് ട്രിപ്പാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഏട്ടൻ വിടില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഓഫീസിലെ ഒരു ടീം മുഴുവൻ ഉണ്ടെന്ന് അവൾ കള്ളം പറഞ്ഞത്. ബോസ് പറയുമ്പോൾ പോകാതിരിക്കാനും പറ്റില്ലല്ലോ. അവൾ പതുക്കെ മീറ്റിംഗ് ഹാളിലേക്ക് കയറി. അവിടെ ശിവപ്രസാദിനൊപ്പം ഗൗരവത്തിൽ സംസാരിച്ചിരുന്ന ആ 2 ബിസിനസ്സുകാരും തനിമയെ ഒന്ന് നോക്കി. ആരായിരുന്നു തനിമ? ഹരിയാണോ? ശിവപ്രസാദ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു. അതെ സർ, വീട്ടിൽ നിന്നായിരുന്നു. എന്നിട്ട് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? നമ്മൾ 4 പേരും ഈ ഡീല് ക്ലോസ് ചെയ്യാൻ വന്ന കാര്യം? കൂടെ ഇരുന്ന ഒരു ബിസിനസ്സുകാരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. തനിമ ഒന്ന് മടിച്ചു നിന്നു. ഇല്ല, ഓഫീസിൽ ബാക്കി എല്ലാവരും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശിവപ്രസാദ് ഒന്ന് പുഞ്ചിരിച്ചു. നല്ലത്. നമ്മുടെ ഈ പ്രൊജക്റ്റ് വളരെ സീക്രട്ടായിരിക്കണം. തനിമ ഇവിടെ വന്നിരിക്കൂ. നമുക്ക് ഈ ഡീല് ഇന്ന് തന്നെ ഫൈനലൈസ് ചെയ്യണം. തനിമ കസേരയിൽ ചെന്നിരുന്നു. പുറത്ത് മഴ ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു. ബിസിനസ് സംഭാഷണങ്ങൾക്കിടയിലും അവളുടെ മനസ്സ് ഹരിയോട് പറഞ്ഞ കള്ളത്തിൽ തട്ടിയുലയുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് ഏകദേശം പകുതിയായപ്പോൾ ആ 2 ബിസിനസ്സുകാരിൽ ഒരാൾ ഫോൺ കോളുമായി പുറത്തേക്ക് പോയി. ഹാളിൽ ഇപ്പോൾ ശിവപ്രസാദും അയാളുടെ ഉറ്റ സുഹൃത്തായ 2ാമത്തെ ബിസിനസ്സുകാരനും തനിമയും മാത്രം. ശിവപ്രസാദ് പതുക്കെ സിഗരറ്റ് ലൈറ്റർ എടുത്ത് കയ്യിൽ വെച്ച് കറക്കിക്കൊണ്ട് തനിമയെ നോക്കി. തനിമ, ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ ഫയൽ എൻ്റെ റൂമിലെ ടേബിളിൽ ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്തുകൊണ്ട് വരുമോ? നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ശരി സർ. അവൾ അനുസരണയോടെ എഴുന്നേറ്റു. ഒരു നീല സ്ലിം ഫിറ്റ് പാൻറ്റും വെളുത്ത ഇൻ ചെയ്ത ഷർട്ടുമായിരുന്നു അവളുടെ വേഷം. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഹാളിലെ നിശബ്ദതയിൽ അവളുടെ ഓരോ ചുവടുവെപ്പും ആ പുരുഷന്മാരുടെ കണ്ണുകളിലുടക്കി. മുടി മുറുക്കി കെട്ടിയിരുന്നതുകൊണ്ട് അവളുടെ കഴുത്തും തോളുകളും വ്യക്തമായിരുന്നു. ഓരോ തവണ ചുവട് വയ്ക്കുമ്പോഴും ആ ഇറുങ്ങിയ പാൻറ്റിനുള്ളിൽ അവളുടെ പിന്നഴക് താളത്തിൽ ചലിക്കുന്നുണ്ടായിരുന്നു. അവൾ ഹാള് കടന്നു പുറത്തേക്ക് പോയതും ശിവപ്രസാദിൻ്റെ സുഹൃത്ത് കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ഒരു ദീർഘശ്വാസം വിട്ടു. എൻ്റെ മോനെ, എന്താടാ ഇത്? ഒരൊന്നൊന്നര ഐറ്റം തന്നെ. നീ എവിടുന്ന് ഒപ്പിച്ചതിനെ? സുഹൃത്തിൻ്റെ കണ്ണുകളിൽ ആർത്തി തിളങ്ങുന്നുണ്ടായിരുന്നു. ശിവപ്രസാദ് ഒരു കുസൃതി ചിരിയോടെ സിഗരറ്റ് കത്തിച്ചു. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാ. ബുദ്ധിയുള്ള കൂട്ടത്തിലാ. ബുദ്ധിയൊക്കെ പോട്ടടാ, പെണ്ണെന്നാൽ ഇതാണ്. ആ സ്ട്രക്ചർ കണ്ടോ? ആ വെളുത്ത ഷർട്ടിൽ അവളുടെ ആ നിൽപ്പ്! ഓ, അപ്സരസ് തന്നെ. ഒരു രക്ഷയില്ല. ശരിക്കും ഒരു കിടിലൻ ചരക്ക്. സുഹൃത്ത് തൻ്റെ ഉള്ളിലെ വികാരം ഒട്ടും മറച്ചു വയ്ക്കാതെ പറഞ്ഞു.
ഇതൊക്കെ കൂടെ ഉള്ളപ്പോൾ നിനക്ക് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു ബിസിനസ്സിൽ? ശിവപ്രസാദ് പുക പുറത്തേക്ക് വിട്ടുകൊണ്ട് ജനാലയിലൂടെ പെയ്യുന്ന മഴയിലേക്ക് നോക്കി. കുറച്ച് പാടാ മോനെ, അതുകൊണ്ടല്ലേടാ അവളെ മാത്രം കൂട്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഈ മഴയും ഈ അന്തരീക്ഷവും. അവൾ വരാൻ കുറച്ച് മടിച്ചു. പക്ഷേ കരിയറിലെ വളർച്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ വീണു പാവം പെണ്ണ്. സമ്മതിക്കണം നിന്നെ. ആ പാൻറ് അവളുടെ മേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പാടായിരുന്നു. നീ ഭാഗ്യവാനാടാ ശിവ, ഇങ്ങനെ ഒരു ചരക്കിനെ കിട്ടിയതിൽ. സുഹൃത്ത് വീണ്ടും പറഞ്ഞു, എടാ അവൾ കെട്ടിയതാണോ അതോ ഫ്രീ ആണോ? ശിവപ്രസാദ് പുക ഊതി വിട്ടുകൊണ്ട് പറഞ്ഞു, കെട്ടിയതാ. ഹരി എന്ന അവൻ്റെ പേര്. എന്തോ ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സുഹൃത്ത് ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. കെട്ടിയതല്ലെന്നേ പറയൂ. പക്ഷേ കണ്ടിട്ട് ആ ഹരിക്ക് വലിയ കഴിവൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കേ, ഒട്ടും ഉടഞ്ഞിട്ടില്ല. ഇപ്പോഴും നല്ല ഫ്രഷായിരിക്കുന്നു. ആ പാൻറ്റിൽ അവളുടെ ആ നിപ്പ് കണ്ട ആരും ഒന്ന് നോക്കിപ്പോകും. അത് സത്യവാ, ശിവപ്രസാദ് ശരിവെച്ചു. ശരീരം അവൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നീ അവളെ ഇത്രയും ദൂരം ഈ മഴയുള്ള രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേറെ എന്തോ പ്ലാൻ ഉണ്ടല്ലോ. ചുമ്മാ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി മാത്രം നീ ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. സുഹൃത്ത് കണ്ണ് ചിമ്മിക്കൊണ്ട് ചോദിച്ചു. ശിവപ്രസാദ് ഒരു ഗൂഢമായ ചിരിയോടെ അയാളെ നോക്കി. ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇത്രയും കാലം കൂടെ നിന്നിട്ടും അവളെ ഒന്ന് വരുതിയിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇന്ന് അതിനുള്ള നല്ലൊരവസരമാണ്. സുഹൃത്തിൻ്റെ കണ്ണുകളിൽ ആർത്തി തിളങ്ങി. അവൻ കസേരയിൽ ഒന്ന് നീങ്ങിയിരുന്ന് ചോദിച്ചു, എടാ എന്നാ പിന്നെ നിൻ്റെ കാര്യം കഴിഞ്ഞാൽ എനിക്കും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ? കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശിവപ്രസാദ് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ അവൾ അങ്ങനെയുള്ള പെണ്ണല്ല. തന്നെ നാടൻ ടൈപ്പാണ്. ഭർത്താവിന് ജീവനാണ്. പെട്ടെന്ന് വഴങ്ങുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഈ തവണ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സംഗതി ഒന്ന് വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ അടുത്ത വരവിന് നിനക്ക് ഞാൻ തരാം. പോരെ? ഓക്കെ, ഡീൽ. സുഹൃത്ത് ആവേശത്തോടെ കൈയടിച്ചു. നിനക്ക് പറ്റുമെങ്കിൽ പിന്നെ എനിക്കും വലിയ പാടാവില്ലല്ലോ. ആ ചരക്കിനെ ഒന്ന് കിട്ടിയ ജീവിതം ധന്യമായി. തനിമയുടെ കാലൊച്ച പുറത്ത് കേട്ടതും അവർ പെട്ടെന്ന് സംസാരം നിർത്തി ഗൗരവഭാവത്തിലായി. തനിമ ഫയൽ കൈമാറിയതും ആ ബിസിനസ് മീറ്റിംഗ് അവസാനിച്ചു. ആ രണ്ട് സുഹൃത്തുക്കളും ശിവപ്രസാദിനോട് യാത്ര പറഞ്ഞ് അവരുടെ വണ്ടിയിൽ റിസോർട്ടിൽ നിന്നും ഇറങ്ങി. പുറത്ത് വയനാടൻ കാടിനെ വിറപ്പിച്ചുകൊണ്ട് മഴ ആർത്തലച്ച് പെയ്യുകയാണ്. തനിമ, നമുക്കിറങ്ങിയാലോ? വൈകിയാൽ ചുരത്തിൽ മൂടൽമഞ്ഞ് കൂടും. ശിവപ്രസാദ് തൻ്റെ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് പറഞ്ഞു. തനിമ വേഗം തൻ്റെ ബാഗുമെടുത്ത് അയാളുടെ കൂടെ കാറിൽ കയറി. അവർ ചുരം ഇറങ്ങാൻ തുടങ്ങി. വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻറ്റും ധരിച്ച തനിമയുടെ അഴക് ആ കാറിനുള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ ശിവപ്രസാദിൻ്റെ ഉള്ളിലെ തീ കൂട്ടി. പെട്ടെന്നാണ് റോഡരികിൽ ഒരു ബൈക്ക് നിർത്തി ഒരാൾ കൈ കാണിച്ചത്. ശിവപ്രസാദ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് വണ്ടി നിർത്തി ഗ്ലാസ് താഴ്ത്തി. സർ, മുന്നോട്ട് പോകണ്ട. ചുരത്തിൽ മണ്ണിടിഞ്ഞ് വീണിരിക്കുകയാണ്. വലിയ ബ്ലോക്കാ. വണ്ടികളൊന്നും കടത്തിവിടുന്നില്ല. ആ ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞു. അയ്യോ, അപ്പോൾ വേറെ വഴിയില്ലേ? തനിമ ബാക്ക് സീറ്റിലിരുന്ന് പരിഭ്രമത്തോടെ ചോദിച്ചു. ഉണ്ട് മാഡം, പക്ഷേ അത് കാടിനുള്ളിലൂടെയുള്ള വഴിയാ. ഈ മഴയത്ത് ആ വഴി പോകുന്ന ഒട്ടും സേഫല്ല. ആനകൾ ചൂട് തേടി റോഡിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. നേരം വെളുത്തിട്ട് പോകുന്നതാ നല്ലത്. അതും പറഞ്ഞ് അയാൾ വേഗത്തിൽ പോയി. കാറിനുള്ളിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. തനിമയുടെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. അവൾ ഉടനെ ഹരിയെ വിളിക്കാൻ ഫോൺ എടുത്തു. പക്ഷേ റേഞ്ച് 0. സർ, നമുക്ക് എങ്ങനെയെങ്കിലും പോയിക്കൂടെ? ഏട്ടൻ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ടെൻഷനാകും, അവൾ വിക്കി പറഞ്ഞു. ശിവപ്രസാദ് പതുക്കെ കാറ് തിരിച്ചു. കണ്ണാടിയിലൂടെ അവളുടെ പരിഭ്രമം അയാൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. തനിമ, ആ വന്നയാൾ പറഞ്ഞത് നീ കേട്ടില്ലേ? ഈ മഴയത്ത് കാട്ടാനകളുടെ മുന്നിൽ പോയി ചാടണോ? ജീവനാണ് വലുത്. പിന്നെ ചുരം ക്ലിയറാകാൻ മണിക്കൂറുകൾ എടുക്കും. ഈ രാത്രി റോഡിൽ കിടന്നാൽ ആരും സഹായിക്കാനുണ്ടാവില്ല. പക്ഷേ സർ, ഒരു പക്ഷേയില്ല തനിമ. നമുക്ക് തിരിച്ചു പോയി അടുത്തുള്ള ഏതെങ്കിലും റിസോർട്ടിൽ റൂം എടുക്കാം.
നാളെ വെളുപ്പിനെ തന്നെ ഇറങ്ങാം. കാലാവസ്ഥ കണ്ടില്ലേ, ശരിക്കും ഒരു പ്രളയം വരുന്നത് പോലെയാണ്. മരങ്ങൾ വീണാൽ കറണ്ട് ലൈനും കട്ടാകും. ഈ അവസ്ഥയിൽ റിസോർട്ടാണ് ഏറ്റവും സുരക്ഷിതം. അയാൾ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഹരിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ഇത് പ്രകൃതിക്ഷോഭമല്ലേ. നിന്റെ സുരക്ഷയാണ് എൻ്റെ ഉത്തരവാദിത്തം. വാശി പിടിക്കാതെ ഞാൻ പറയുന്ന കേക്ക്. തനിമയ്ക്ക് ആകെ തളർച്ച തോന്നി. പുറത്തെ ഇരുട്ടും ഇടിമിന്നലും അവളെ കൂടുതൽ ഭയപ്പെടുത്തി. വേറെ വഴിയൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ പതുക്കെ തലയാട്ടി. ശിവപ്രസാദിൻ്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. അയാൾ വണ്ടി വേഗത്തിൽ അടുത്തുള്ള ഒരു ലക്ഷറി റിസോർട്ടിലേക്ക് തിരിച്ചു. ആ രാത്രി തൻ്റെ പ്ലാനുകൾ ഓരോന്നായി നടപ്പിലാക്കുകയായിരുന്നു അയാൾ. കാറിൽ നിന്നും ഇറങ്ങി മഴ നനഞ്ഞുകൊണ്ട് ഓടി റിസോർട്ടിൻ്റെ റിസപ്ഷനിലെത്തിയപ്പോൾ തനിമയുടെ നെഞ്ചിടിപ്പ് കൂടി. ബോസ് ശിവപ്രസാദ് റിസപ്ഷനിസ്റ്റുമായി സംസാരിക്കുന്നത് അവൾ ഭീതിയോടെ നോക്കി നിന്നു. സർ, ഈ കാലാവസ്ഥ കാരണം ചുരത്തി കുടുങ്ങിയവരല്ല ഇങ്ങോട്ടാണ് വരുന്നത്. എല്ലാ റൂമുകളും ബുക്ക്ഡാണ്. ഒരൊറ്റ റൂം മാത്രമേ ബാക്കിയുള്ളൂ, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ശിവപ്രസാദ് ഒട്ടും ആലോചിക്കാതെ തൻ്റെ വാലറ്റിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് എടുത്തു കൊടുത്തു. കുഴപ്പമില്ല, എത്ര പൈസ ആയാലും ആ റൂം ഞങ്ങൾക്ക് വേണം. അത് കേട്ടതും തനിമയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. സർ, എന്തായി പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഒരു മുറിയിലോ? അത് വേണ്ട സർ, എനിക്ക് പേടിയാകുന്നു. ശിവപ്രസാദ് തനിമയുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ പതുക്കെ കൈവച്ചു. തനിമ, ഈ മഴയും കാറ്റും കണ്ടില്ലേ? പുറത്ത് മരങ്ങൾ കടപുഴകി വീഴുകയാണ്. ഈ രാത്രി നമ്മൾ എവിടെ പോകും? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാനൊരു ബോസ് എന്നതിലുപരി നിൻ്റെ സുരക്ഷ നോക്കേണ്ട ആളല്ലേ? റൂമിൽ 2 സെക്ഷൻ ഉണ്ടാവും. നീ അവിടെ സമാധാനമായി കിടന്നു. ഞാൻ അവിടെയുള്ള സോഫയിൽ ഇരുന്നോളാം. തനിമ തൻ്റെ ചുറ്റും നോക്കി. ഹോട്ടലിന് പുറത്ത് കാറ്റ് ഭീകരമായി ആഞ്ഞടിക്കുന്നുണ്ട്. മിന്നൽ പിണരുകൾ ആകാശത്തെ കീറി മുറിക്കുന്നു. അവൾക്ക് കരച്ചിൽ വന്നു. പക്ഷേ സർ, എനിക്ക് മാറിയിടാൻ പോലും ഡ്രസ്സില്ല. ഞാനൊന്നും കരുതിയിട്ടില്ല. ശിവപ്രസാദ് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒളിപ്പിച്ചു വെച്ച ആസക്തി അവൾ കണ്ടില്ല. അതിനെന്താ തനിമ? ഇത്രയും വലിയ റിസോർട്ടിൽ നിനക്ക് വേണ്ട ടവലോ അല്ലെങ്കിൽ അവർ തരുന്ന ബാത്റൂമോ ഉപയോഗിക്കാം. പിന്നെ നിൻ്റെ ഈ നനഞ്ഞ വസ്ത്രം ഇട്ടിരുന്നാൽ നിനക്ക് പനി പിടിക്കും. ഈ രാത്രി ഇങ്ങനെ എങ്ങനെയെങ്കിലും തള്ളി നീക്കാം. നാളെ വെളുപ്പിന് ചുരം തുറന്നാലുടൻ നമ്മൾ പോകും. വാ, വെറുതെ വാശി പിടിച്ച് അപകടം വരുത്തണ്ട. മറ്റൊരു വഴിയുമില്ലാതെ ആ സാഹചര്യത്തിൽ തനിമ വിറയ്ക്കുന്ന കാലുകളോടെ അയാളുടെ പിന്നാലെ നടന്നു. മുന്നാലെ നടന്ന ഹോട്ടൽ ജീവനക്കാരൻ ഒഴിഞ്ഞ കോണിലുള്ള ആ റൂം തുറന്നു കൊടുത്തു. ആ ലക്ഷറി റൂമിൻ്റെ വാതിൽ തുറന്ന് തനിമ കണ്ടത് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു. അതൊരു സാധാരണ മുറിയായിരുന്നില്ല. കുന്നിൻ ചെരുവിലേക്ക് ഗ്ലാസ് കൊണ്ട് തള്ളി നിൽക്കുന്ന വിധം നിർമ്മിച്ച ഒരു ഹണിമൂൺ കപ്പിൾ റൂമായിരുന്നു അത്. ചുറ്റും കട്ടിയുള്ള ഗ്ലാസ് ഭിത്തികൾ. പുറത്ത് പെയ്യുന്ന കനത്ത മഴയും മിന്നൽ പിണരുകളും ആ ഗ്ലാസ്സിലൂടെ മുറിക്കുള്ളിലേക്ക് നേരിട്ട് പതിക്കുന്നുണ്ട്. മുറിക്കുള്ളിൽ ആകെയുള്ളത് രാജകീയമായ ഒരു വലിയ സ്പ്രിംഗ് ബെഡ് മാത്രമാണ്. ഇരിക്കാൻ പോലും മറ്റൊരു സോഫയോ കസേരയോ അവിടെ ഇല്ല. ഏറ്റവും ഭയാനകമായി തനിമയ്ക്ക് തോന്നിയത് അവിടുത്തെ ബാത്റൂമായിരുന്നു. അത് പൂർണ്ണമായും സുതാര്യമായ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ബാത്റൂമിനുള്ളിൽ ആരെന്ത് ചെയ്താലും മുറിക്കുള്ളിൽ നിൽക്കുന്ന ആൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. തനിമ ഞെട്ടലോടെ പിന്നോട്ട് മാറി. സർ, ഇതെന്താ? ഇവിടെ ഒരു കസേര പോലും ഇല്ലല്ലോ. ബാത്റൂം പോലും ഗ്ലാസ്സാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല സർ. ശിവപ്രസാദ് പതുക്കെ വാതിൽ ലോക്ക് ചെയ്തു. അയാളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. റിലാക്സ് തനിമ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റൂം ഫുള്ളാണ്. കിട്ടിയതിതാണ്. ഈ റിസോർട്ടിലെ ഏറ്റവും എക്സ്പെൻസീവായ റൂമാണിത്. പിന്നെ ബാത്റൂം ഗ്ലാസ് ആണെന്ന് വെച്ച് നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ അങ്ങോട്ട് നോക്കില്ലല്ലോ. അയാൾ പതുക്കെ സ്പ്രിംഗ് ബെഡിലേക്കിരുന്നു. അത് അയാളുടെ ഭാരത്തിൽ ഒന്ന് താഴ്ന്നു പൊങ്ങി. നോക്ക് തനിമ, പുറത്ത് കാറ്റും മഴയും കണ്ടില്ലേ? വലിയ ഇടിയും മുഴങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയ മരണം ഉറപ്പാണ്. ഈ മുറിയിൽ വേറെ ഫർണിച്ചറൊന്നും ഇല്ലാത്ത കൊണ്ട് എനിക്ക് ഈ ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. എന്നാലും നിനക്ക് ബെഡിൻ്റെ അപ്പുറത്തറ്റത്ത് കിടക്കാമല്ലോ. ഡബിൾ ബെഡല്ലേ?
ശിവപ്രസാദ് അത് പറഞ്ഞപ്പോൾ തനിമയുടെ കാതുകളിൽ ഒരിരമ്പലായിരുന്നു. ആ വലിയ മുറിയിൽ ആർത്തലയ്ക്കുന്ന മഴയ്ക്കും ഇടിയുടെ മുഴക്കത്തിനുമിടയിൽ അയാളുടെ വാക്കുകൾ അവളിൽ വലിയൊരു പ്രകമ്പനം ഉണ്ടാക്കി. ബെഡിൻ്റെ ഒരറ്റത്ത് താൻ കിടക്കുമ്പോൾ മറ്റേ അറ്റത്ത് അയാൾ. ആ ചിന്ത തന്നെ അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദൈവമേ, എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ആരേലും അറിഞ്ഞാൽ. ഹരിയേട്ടൻ ഇപ്പോൾ വീട്ടിൽ ഞാൻ സുരക്ഷിതമായി എത്തിയെന്ന് കരുതി സമാധാനമായി ഉറങ്ങിയാവും. എൻ്റെ ഈ അവസ്ഥ അദ്ദേഹം അറിഞ്ഞാൽ ഇല്ല, എനിക്ക് അയാളെ ഈ ബെഡിൽ കിടത്താൻ കഴിയില്ല. പക്ഷേ മുറത്തെ മഴയും ഇടിയും, അയാൾ പറഞ്ഞത് ശരിയാണ്. ഈ രാത്രി പുറത്തിറങ്ങുന്നത് ആത്മഹത്യക്ക് തുല്യവാ. ഈ വെളുത്ത ഷർട്ടിനുള്ളിൽ എൻ്റെ ഹൃദയം ഇടിക്കുന്നത് അയാൾ കാണുന്നുണ്ടാവുമോ? എൻ്റെ ശരീരത്തിൻ്റെ ആ വിറയൽ അയാൾ തിരിച്ചറിയുന്നുണ്ടാകുമോ? തനിമ തൻ്റെ ബ്ലൂ പാൻറ്റിനുള്ളിൽ വിയർത്ത് തുടങ്ങിയ തുടകൾ പരസ്പരം ചേർത്ത് വെച്ചു. ആ സ്പർശനത്തിൽ പോലും അവൾക്ക് വല്ലാത്തൊരു അപരിചിതത്വം തോന്നി. തൻ്റെ ബോസ് തൻ്റെ അരികിൽ ഒരേ ബെഡിൽ കിടക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അവളെ തളർത്തുന്നുണ്ടായിരുന്നു. എങ്കിലും അയാളോട് എന്തു പറയുമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. സർ, ഒന്ന് പുറത്ത് നിൽക്കുമോ? എനിക്കൊന്ന് കുളിക്കണം. പെട്ടെന്ന് അതായിരുന്നു അവളുടെ വായിൽ ആദ്യം വന്നത്. ഓക്കെ. ശിവപ്രസാദ് പുറത്തിറങ്ങിയതും തനിമ വേഗം വാതിൽ കുറ്റിയിട്ടു. ഹൃദയം ഒരു യന്ത്രം പോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ നനഞ്ഞ വെളുത്ത ഷർട്ടിലെ ബട്ടണുകൾ വിറയ്ക്കുന്ന കൈകളോടെ ഓരോന്നായി അഴിച്ചു. ശേഷം ആ നീല പാൻറ്റും വേഗം അഴിച്ചു മാറ്റി. ബാത്റൂമിനുള്ളിലെ ആ സുതാര്യമായ ഗ്ലാസ്സിനുള്ളിൽ അവൾ നിൽക്കുമ്പോൾ പുറത്തെ മിന്നൽ വെളിച്ചം അവളുടെ ശരീരത്തിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഷവറിൽ നിന്നും വീഴുന്ന തണുത്ത വെള്ളം അവളുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി. കുളി കഴിഞ്ഞ് അവൾ തൻ്റെ നനയാത്ത ചില വസ്ത്രങ്ങൾ വീണ്ടും എടുത്ത് ധരിച്ചു. ഒരു സാധാരണ പെണ്ണിൻ്റെ വേഷത്തിനപ്പുറം ആ വസ്ത്രങ്ങളിൽ അവൾ അതീവ സുന്ദരിയും ആകർഷകയുമായിരുന്നു. തുടർന്ന് അവൾ അവിടെ കണ്ട സിൽക്ക് ബാത്റോബ് എടുത്ത് ധരിച്ചു. തനിമ ആ സിൽക്ക് ബാത്റോബ് ധരിക്കുമ്പോൾ അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രസ്സിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായും മറയ്ക്കുമെന്ന് അവൾ കരുതിയെങ്കിലും ആ വസ്ത്രം അവൾ വിചാരിച്ചതിലും നീളം കുറവായിരുന്നു. മുട്ടിന് മുകളിലായി നിൽക്കുന്ന ആ ചെറിയ തുണിഭാഗം അവളുടെ വെളുത്തു കൊഴുത്ത തുടകളെ കൂടുതൽ ആകർഷകമാക്കുകയാണ് ചെയ്തത്. അരയിലെ വള്ളി മുറുക്കി കെട്ടിയപ്പോൾ അവളുടെ അരക്കെട്ടിൻ്റെ വടിവ് ആ നേർത്ത സിൽക്ക് തുണിയെ ഭേദിച്ച് പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. പുറത്ത് നിൽക്കുന്ന ശിവപ്രസാദിനെ അകത്തേക്ക് കയറ്റാൻ അവൾ പതുക്കെ നടന്നു. ഓരോ ചുവടിലും ആ സിൽക്ക് വസ്ത്രം വഴുതി മാറുന്നുണ്ടായിരുന്നു. തനിമയുടെ ഉള്ളിൽ നാണത്തിൻ്റെ ഒരു വലിയ തിരമാല തന്നെ ഉണർന്നു. തൻ്റെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും പുറത്തു കാണിക്കുന്ന ഈ വേഷത്തിൽ തൻ്റെ ബോസിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കും? അയാളുടെ നോട്ടം തൻ്റെ ശരീരത്തേക്ക് വീഴുമ്പോൾ താൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ 2 കൈകളും കൊണ്ട് ബാത്റൂമിൻ്റെ അറ്റങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഓരോ തവണ കൈകൾ അനക്കുമ്പോഴും ആ നേർത്ത തുണി തൻ്റെ ശരീരത്തിൽ നിന്നും തെന്നിപ്പോകുന്നത് അവളെ കൂടുതൽ പരിഭ്രാന്തയാക്കി. വാതിൽ തുറക്കാനായി ലോക്ക് മാറ്റി വാതിൽ പിടിയിൽ കൈവച്ചപ്പോൾ അവളുടെ മുഖം തക്കാളിപ്പഴം പോലെ ചുവന്നു തുടുത്തു. ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അരുതാത്തത് അയാൾ കാണുമോ എന്ന ഭയം അവളെ വിറപ്പിച്ചു. അവൾ പതുക്കെ വാതിൽ തുറന്നു. പുറത്തെ തണുത്ത കാറ്റ് അവളുടെ മേനിയിൽ തട്ടിയപ്പോൾ അവൾ ഒന്നുകൂടി കുനിഞ്ഞു. മുറിയിലെ വെളിച്ചത്തിലേക്ക് അവൾ നിൽക്കുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന ശിവപ്രസാദിൻ്റെ കണ്ണുകൾ തൻ്റെ ശരീരത്തിലൂടെ അരിച്ചു നടക്കുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. തല താഴ്ത്തി മുടിയിഴകൾ കൊണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അയാൾക്ക് കടന്നു വരാൻ വഴിമാറി നിന്നു. ആ നിൽപ്പിൽ അവളുടെ ഓരോ അണുവും നാണം കൊണ്ടുരുകുകയായിരുന്നു. ശിവപ്രസാദ് അകത്തേക്ക് കയറിയതും കണ്ടത് നനഞ്ഞ മുടിയുമായി വിറച്ചു നിൽക്കുന്ന തനിമയാണ്. മങ്ങിയ വെളിച്ചത്തിൽ ആ സിൽക്ക് ബാത്റോബിനുള്ളിൽ അവൾ ഒരു വിഗ്രഹം പോലെ തോന്നിപ്പിച്ചു. ബാത്റോബിൻ്റെ കോളർ ഭാഗം അവൾ നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ശ്വാസഗതിയും കേൾക്കാം. അവൾ നടക്കുമ്പോൾ ബാത്റൂമിൻ്റെ താഴത്തെ വശങ്ങൾ വഴുതി മാറി. അവളുടെ ആ രീതിയിലുള്ള നടപ്പ് ശിവപ്രസാദിൻ്റെ കണ്ണുകളിൽ വിരുന്ന കാഴ്ചയായിരുന്നു. അയാൾക്ക് വല്ലാത്ത ആവേശമായി. ശിവപ്രസാദ് പതുക്കെ വാതിൽ ചാരി കുറ്റിയിട്ടു.
അയാളുടെ നോട്ടം അവളുടെ ശരീരത്തിലൂടെ അലയുന്നത് കണ്ടപ്പോൾ തനിമയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൾ കൈകൾ കൊണ്ട് തൻ്റെ വസ്ത്രം ഒന്നുകൂടി ഒതുക്കാൻ ശ്രമിച്ചു. ഓഹോ, തനിമ ഇത്ര പെട്ടെന്ന് കുളിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി ഞാനും ഒന്ന് ഫ്രഷ് ആകട്ടെ. മഴ നനഞ്ഞതുകൊണ്ട് നല്ല തണുപ്പ്. അതും പറഞ്ഞ് അയാൾ തൻ്റെ ഷർട്ടിലെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അയാൾ തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരി മാറ്റുന്നത് കണ്ടപ്പോൾ തനിമയ്ക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. അവൾ വേഗം തിരിഞ്ഞ് ആ വലിയ ഗ്ലാസ് ഭിത്തിയുടെ അടുത്തേക്ക് നടന്നു. പുറത്തിരുട്ടിൽ പെയ്യുന്ന മഴയിലേക്ക് നോക്കി അവൾ നിന്നു. ശിവപ്രസാദ് ബാത്റൂമിലേക്ക് കയറിയപ്പോൾ തനിമ തൻ്റെ നോട്ടം മുന്നിലെ ഗ്ലാസ്സിലേക്ക് മാറ്റി. എന്നാൽ പുറത്തെ ഇരുട്ട് കാരണം ആ ഗ്ലാസ് ഭിത്തി ഒരു കണ്ണാടി പോലെ പ്രവർത്തിച്ചു. ഷവറിന് താഴെ നിൽക്കുന്ന ശിവപ്രസാദിൻ്റെ ഓരോ ചലനവും ആ ഗ്ലാസ്സിൽ തെളിഞ്ഞു കണ്ടു. തനിമയുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. ബാത്റൂമിലെ സുതാര്യമായ ഗ്ലാസ്സിനപ്പുറം ശിവപ്രസാദ് ഷവറിന് താഴെ നിൽക്കുകയാണ്. അയാളുടെ പുരുഷത്വമുള്ള കരുത്തുള്ള ശരീരം ആ ഗ്ലാസ് പ്രതിഫലനത്തിലൂടെ അവൾക്ക് കാണാമായിരുന്നു. ഷവറിൽ നിന്നുള്ള വെള്ളം അയാളുടെ തോളുകളിലൂടെ ഒഴുകി താഴേക്ക് വീഴുന്നു. അയാൾ വളരെ സാവധാനം സോപ്പ് കയ്യിലെടുത്തു. തനിമയ്ക്ക് നോട്ടം മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ ആ കാഴ്ചയിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗം വേണ്ടവർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ വന്ന് ബാക്കി കേൾക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. വിത്ത് ലവ്, അലീന.